ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ റെസിപ്പി വളരെ ടേസ്റ്റി ആയിട്ടുള്ള ആന്ധ്ര ചില്ലി ചിക്കൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ആന്ധ്ര ചില്ലി ചിക്കൻ എങ്ങനെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാമെന്ന് നോക്കിയാലോ. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഫുഡ് വേവ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഈ ആന്ധ്ര ചില്ലി ചിക്കൻ തയ്യാറാക്കാനായി ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കടായി നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു ചെറിയ സവാള ഇതുപോലെ വലുതാക്കി കട്ട് ചെയ്തെടുത്തത് ചേർത്ത് കൊടുക്കാം. സവാളയും ചേർത്ത ശേഷം നല്ല പോലെ ഇതൊന്ന് വഴറ്റി കൊടുക്കാട്ടാ. ഒരുപാട് നേരമൊന്നും വഴറ്റി കൊടുക്കണ്ട. സവാളയുടെ ഒരു പച്ച ടേസ്റ്റ് ഒക്കെ ഉണ്ടല്ലോ, അത് മാറുന്നത് വരെ വഴറ്റി കൊടുത്താൽ മതി. ഇപ്പോ സവാളയുടെ പച്ച ടേസ്റ്റ് ഒക്കെ ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 4 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് 2 മിനിറ്റ് നേരം ഒന്ന് ഇളക്കി കൊടുക്കാട്ടാ. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുകയാണ്. ഏകദേശം 1 കപ്പ് മല്ലിയില ആട്ടാ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി വേണമെങ്കിൽ കുറച്ച് പുതിനയില കൂടി ചേർത്ത് കൊടുക്കാട്ടാ. ഞാനിപ്പോ പുതിനയില ചേർക്കുന്നില്ല. ഇനി ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റി കൊടുക്കാം. ഏകദേശം ഒരു 2-3 മിനിറ്റ് വഴറ്റി കൊടുത്താൽ മതി കേട്ടോ. ഇപ്പോ എല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് വഴഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്നും നമുക്ക് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. ചൂടാറി കഴിയുമ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാട്ടാ. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് അരച്ച് പേസ്റ്റ് ആക്കി എടുക്കാം. ഇതുപോലെ അരച്ച് പേസ്റ്റ് ആക്കി എടുത്തു കഴിഞ്ഞാൽ ഇനി ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതേ കടായിലേക്ക് തന്നെ 3 ടേബിൾ സ്പൂൺ അളവിൽ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 2 പീസ് കറുവാപ്പട്ടയും 3 ഏലക്കയും 4 ഗ്രാമ്പൂവും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കാട്ടാ. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് സവാളയാണ്. അപ്പോ 2 സവാള ഇതുപോലെ നന്നായിട്ടൊന്ന് ചെറുതാക്കി അരിഞ്ഞെടുത്തത് ചേർത്ത് കൊടുക്കാം. സവാളയും ചേർത്ത ശേഷം എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാട്ടാ. സവാളയുടെ കളറൊക്കെ ഒന്ന് മാറി ചെറുതായിട്ടൊരു ഗോൾഡൻ കളർ ആവുന്നത് വരെ വഴറ്റി കൊടുത്താൽ മതിട്ടാ. ഇപ്പോതാ നമ്മുടെ സവാളയുടെ നിറമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ചെറിയ തക്കാളി അരിഞ്ഞെടുത്തത് ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ 1.5 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാട്ടാ. ഇത്രയും ചേർത്ത ശേഷം വീണ്ടും നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ ഒരു പച്ച മണം ഉണ്ടല്ലോ, അത് മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുത്താൽ മതിട്ടാ. ഇപ്പൊ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണൊക്കെ ഒന്ന് മാറി തക്കാളിയും നല്ല പോലെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാട്ടാ. ഇനി ഇതിലേക്ക് ഞാൻ 2.5 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ പെരിഞ്ജീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാട്ടാ. ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി വഴറ്റിയെടുക്കാം. നമ്മുടെ ഈ മസാലയുടെ പച്ചമണൊക്കെ ഒന്ന് മാറുന്നത് വരെ വഴറ്റിയെടുത്താൽ മതിട്ടാ. ഇത്രയും ആയി കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. 750 ഗ്രാം ചിക്കൻ ആട്ടാ ഞാൻ എടുത്തിരിക്കുന്നത്. ചിക്കനും ചേർത്ത് കൊടുത്ത ശേഷം ഇതുപോലെ ചിക്കൻ എല്ലാം നന്നായി ഇളക്കി മിക്സ് ചെയ്തെടുക്കാട്ടാ. ചിക്കൻ നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് 3/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് വീണ്ടും നല്ല പോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാട്ടാ. വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോഴേ ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കരുതട്ടാ. ചിക്കൻ തിളയ്ക്കുന്ന സമയത്തെ ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങി കിട്ടും. ഇപ്പോ നമ്മുടെ കറിയൊക്കെ ഒന്ന് ചെറുതായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ ഗരം മസാല ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പും ചേർത്ത ശേഷം നന്നായിട്ട് ഇതൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാട്ടാ. ഈ സമയം ഇതിലേക്ക് നമ്മ നേരത്തെ അരച്ച് മാറ്റി വെച്ചിരിക്കുന്ന പേസ്റ്റ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി വീണ്ടും ഇതൊന്ന് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്കാട്ടാ. ഇപ്പോ നന്നായിട്ടൊന്ന് ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ലോ ഫ്ലെയിമിൽ അടച്ച് വെച്ച് ഒരു 20 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത് ട്ടാ, അല്ലെങ്കിൽ അടിയിൽ പിടിച്ചു പോകും. ഇപ്പോ ഏകദേശം 20 മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കാം.
ഇപ്പോതാ നമ്മുടെ ചിക്കനൊക്കെ നല്ല പോലെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. മല്ലിയിലയും ചേർത്ത ശേഷം നല്ല പോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാട്ടാ. പിന്നെ നമ്മുടെ ഗ്രേവിക്ക് അനുസരിച്ച് കറി വറ്റിച്ചെടുത്താൽ മതിട്ടാ. അപ്പോ ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ആന്ധ്ര ചില്ലി ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ചപ്പാത്തിക്കും പൊറോട്ടക്കും ഒക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ആന്ധ്ര ചില്ലി ചിക്കൻ കറിയാണ് ഇത്. അപ്പോ എൻ്റെ എല്ലാ കൂട്ടുകാരും ഈ ആന്ധ്ര ചില്ലി ചിക്കൻ കറി ഒന്ന് ഉണ്ടാക്കി നോക്കണോട്ടാ. ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി അറിയിക്കണം. പിന്നെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ.